സൂചോളം വൈഫൈക്ക് അന്വേഷിച്ച് നടന്ന് ഏറ്റവും ഒടുവിലായിട്ട് ചേട്ടന്റെ മുമ്പിൽ എത്തുന്നു. ചേട്ടനും അവന്റെ ബോക്സിംഗ് ക്ലബിലൊക്കെ ഈ വൈഫൈയും നൽകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവിടെ ഹ്യുൻവുവിന്റെ പേരിലുള്ള ട്രോഫിക്ക് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹ്യുൻവുവിന് ബോക്സിംഗ് ഒക്കെ അറിയാമോ എന്നും സൂചോൾ ചോദിക്കുന്നു. ഹ്യുൻവുവിന് നന്നായി തന്നെ ബോക്സിംഗ് അറിയാം. അവനാകട്ടെ എതിരാളി ഏത് രീതിയിലായിരിക്കും ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടായിരിക്കും അവനും ഫൈറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ചേട്ടനും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഹ്യുൻവുവും ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് എതിരാളിനെ തോൽപ്പിക്കുന്നു. ഒടുവിലായിട്ട് അയാളെ പോലീസിന് പിടിച്ചും കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ബ്രോക്കറും ഇപ്പോൾ ഉൺസിങ്ങിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹെയ്നെ കാണുവാനായിട്ട് ആയിരുന്നല്ലോ ഉൺസിങ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും ആ കോൾസ് ഒക്കെ കട്ട് ചെയ്യുന്നു. ഞാൻ നിന്റെ അസുഖത്തിന്റെ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനോട് കൂടുതലായിട്ടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നിന്റെ ഗാർഡിയൻ ആക്കാതെ അതൊന്നും തന്നെ പറയിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ ഗാർഡിയൻ ആക്കുവാനായിട്ട് പോകുകയാണ്. നിന്റെ പേരൻസിന് ഒരു മകനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയല്ലേ നീയും നിന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ അവരുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത്. നീ തിരിച്ച് കമ്പനിയിലേക്കൊക്കെ വരികയാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്ഥാനം ഞാൻ തിരികെ നൽകുന്നതായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു പ്രസ് കോൺഫറൻസും വയ്ക്കും. നിന്നെ രക്ഷിക്കുവാൻ പോകുന്നത് ഹ്യുൻവു അല്ല, മറിച്ച് ഞാനാണെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും അതുവഴി സൂചോളും എത്തുന്നു. സൂചോളിന് ദേഷ്യം വന്നിട്ട് ഉൺസിങ്ങിനെ തല്ലുവാനൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും സൂചോളായിരുന്നു മറിഞ്ഞടിച്ച് നിലത്തൊക്കെ വീഴുന്നത്. നിന്നെ ഒരാളെ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഒരു ഗതികേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സോജോൾ പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും നിന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്നായിരുന്നു ഹെയ്നും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഡഹ ഇപ്പോൾ എവിടെയാണുള്ളതെന്നും അവൾക്ക് സുഖമാണോ എന്നുമൊക്കെ സോജോൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഉൺസിങ്ങും അതിനൊന്നും തന്നെ മറുപടി പറയാതെ നടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ അവർ 3 പേരും തിരിച്ചു നടക്കുമ്പോഴത്തേക്കും ഓൺസിംഗ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ആരോടും നീ പറയുവാനായിട്ട് പാടില്ല എന്നൊക്കെയാണ് ഹെയ്നും സൂചോളിനോട് പറയുന്നത്. സൂചോളിനോട് മാത്രമല്ല ചേട്ടനോടും പറയുന്നുണ്ടെങ്കിൽ പോലും ചേട്ടനും ആ ഒരു വിവരം എല്ലാം തന്നെ ചേച്ചീനെ അപ്പോൾ തന്നെ അറിയിക്കുന്നു. ഉൺസിംഗും ഡഹാനെ കോൾ ചെയ്തിരിക്കുകയാണ്. അവളും ഉൺസിംഗ് പറഞ്ഞത് പ്രകാരം എല്ലാ രീതിയിലുള്ള അക്കൗണ്ട്സും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആകട്ടെ ഫേക്ക് നെയിമിലൊക്കെയാണ് ജീവിക്കുന്നതും. അങ്ങനെ ഇരിക്കെ നീ സൂചോളിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓൺസിംഗിന്റെ അടുത്തും അവൾ ചോദിക്കുകയാണ്. ഓൺസിംഗും സത്യമൊന്നും പറയാതെ സൂചോൾ നിന്നെ കൊല്ലുവാനുള്ള ദേഷ്യത്തിലാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നിന്നെ കണ്ടുപിടിക്കുവാനായിട്ട് പാടില്ല എന്നും അവളെ അറിയിക്കുന്നു. അല്ലെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് അവൻ എന്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടാക്കും. എന്തായാലും പണ്ടത്തെ ആളല്ല, ഇപ്പോൾ അവനും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഡാഹയും വിശ്വസിക്കുകയാണ്. പക്ഷെ അവൻ ഇപ്പോഴും ഡാഹയിനെ ഓർത്ത് കരയുകയായിരുന്നു. ഹ്യുനു ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തുന്നതെങ്കിൽ പോലും ഹ്യുനുവിനെ കാത്ത് ഹെയ്നും നിൽക്കുന്നു. അവന്റെ മുഖത്തെ മുറിവൊക്കെ കാണുമ്പോഴത്തേക്കും അവളും ആകെ വിഷമിക്കുകയാണ്. അവളും അവന്റെ ശരീരത്തിൽ എവിടേക്കാണ് മുറിവുള്ളതെന്നൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ചോദിക്കുന്നു. ആ ഒരു ബ്രോക്കറും 3 പേരും കൂടി ചേർന്നിട്ടായിരുന്നു ഹ്യുനുവിനെ അറ്റാക്ക് ചെയ്തതെന്നും എങ്കിൽ പോലും അവനാണ് ജയിച്ചതെന്നും ഒക്കെ പറയുമ്പോഴത്തേക്കും ഇനിയെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നീ അവരെ തല്ലാനോ സത്യസന്ധത തെളിയിക്കുവാനോ നിൽക്കരുത്, മറിച്ച് അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടോണമെന്നാണ് ഹെയ്നും പറയുന്നത്. എന്നിട്ട് അവളും അവന് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ തല്ലുണ്ടാക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുന്നതായിരിക്കും എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഹ്യുനുവും അങ്ങനൊന്നും ചെയ്യുകയില്ല എന്നൊക്കെ അവൾക്കും വാക്ക് നൽകുന്നു. പിറ്റേ ദിവസം ഫുഡൊക്കെ കഴിക്കുവാനിരിക്കുമ്പോഴത്തേക്കും സൂചോളിന്റെ ഹ്യുനുവിന്റെ മുഖത്ത് പരിക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 പേരും തമ്മിൽ അടികൂടിയതാണോ എന്നൊക്കെ വീട്ടുകാർ ചോദിക്കുമ്പോഴത്തേക്കും ഹ്യുനു ബോക്സിംഗ് ഒക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല എന്ന് സൂചോൾ അറിയിക്കുന്നു. ഹ്യുനു ഏതൊരു മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അവൻ അതിലെല്ലാം തന്നെ വിജയിക്കുമായിരുന്നു. എല്ലാ എക്സാമിനും കൊറിയയിലെ തന്നെ ടോപ്പ് 10 നിൽക്കുന്ന ആളാണ് അവൻ. ശരിക്കും പറയുകയാണെങ്കിൽ അവൻ ഏത് മേഖലയിൽ പോകണമെന്ന് അറിയില്ലായിരുന്നു. എല്ലായിടത്തും അവനായിരുന്നു മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അച്ഛൻ പറയുകയും ശരിക്കും അച്ഛനെ പോലെയാണ് അവൻ ഉള്ളതെന്നൊക്കെ അറിയിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അമ്മേനെ പോലെയും ചേട്ടൻ അച്ഛനെ പോലെയുമാണ്. പക്ഷെ ഹ്യുൻവു മാത്രമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ആരെ പോലെയാണെന്ന് അറിയത്തില്ലാത്ത ഒരേ ഒരാളെന്നൊക്കെ ചേച്ചിയും പറയുന്നു. സൂചോളാകട്ടെ അച്ഛനെ പോലെയാണെന്നൊക്കെ പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സൂചോളുടെ അച്ഛനും എന്തായാലും സൂചോൾ എന്നെ പോലെ അല്ലെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഹെയ്ൻ ശരിക്കും ഹെയ്ന്റെ അമ്മേനെ പോലെ തന്നെ സുന്ദരിയാണെന്നൊക്കെ ഹ്യുനുവിന്റെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും ഹെയ്ന്റെ അമ്മയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടാതൊക്കെ ഇരിക്കുകയാണ്. 2 പേരുടെയും എക്സ്പ്രഷൻ കാണുമ്പോഴത്തേക്കുമാണ് അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലൊന്നും അല്ല എന്ന കാര്യവും അച്ഛൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉൺസിംഗ് വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ പറയുവാനായിട്ട് ഹ്യുനുവിന്റെ അടുത്തേക്കൊക്കെ സൂചോൾ എത്തിക്കുകയാണ്. പക്ഷെ ഹെയ്ൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനും സത്യം പറയുവാനായിട്ട് സാധിക്കുന്നില്ല. ഹെയ്നും ഹ്യുനുവിനോട് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് വെക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അവന് മരുന്ന് വെച്ച് കൊടുക്കുകയും ബാൻഡേഡൊക്കെ ഒട്ടിക്കുകയും ചെയ്യുന്നു. ഹിനു ആദ്യമൊന്ന് പോകുന്നുണ്ടെങ്കിലും പിന്നീട് തിരിച്ചു വന്നിട്ട് ഈ ഒരു സമയത്തൊക്കെ പോകുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു.
നീ എന്റെ മുറിവുകളിലൊക്കെ മരുന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം പഴയതുപോലെ ആയോ എന്നൊക്കെ ഹ്യുൻവു ചോദിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ, നമ്മൾ പണ്ട് വിവാഹം കഴിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സമയത്ത് നിനക്ക് ഒന്നിച്ചിരിക്കുവാനായിട്ട് ഒരാൾ കൂടി ഉണ്ടായേനെ. അയാൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചേനെ. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനും കഴിഞ്ഞേനെ എന്നൊക്കെ ഹെയ്നും പറയുന്നു. ഇതിനു മുമ്പും പല നിമിഷങ്ങളിലും അവൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയതെന്ന് അറിയാതെ അവളുടെ അടുത്ത് ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചോദിക്കണമെന്ന് അവനുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതൊന്നും ചോദിക്കുവാൻ സാധിക്കാത്തതിന്റെ വിഷമവും ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എപ്പോഴും അവളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്നാണ് അവനും പറയുന്നത്. ഉൺസിംഗ് ഇപ്പോൾ ചെയർമാനെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയിട്ടുള്ളതെന്നൊന്നും സൊൽഹിക്ക് അറിയുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൊൽഹിയും തിരിച്ച് ചെയർമാനെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉൺസിംഗിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഉൺസിംഗ് ആകട്ടെ എത്രയും വേഗം തന്നെ ഹെയ്നെ വിവാഹം കഴിക്കുവാൻ പോകുകയാണെന്നാണ് പറയുന്നത്. അവനും എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കുമെന്നും പറയുന്നു. ഓഫീസിലിരിക്കുന്ന ഹ്യുൻമൂനും ഒരു മെയിലൊക്കെ വരികയാണ്. അതിലാകട്ടെ അവനും ഇപ്പോൾ അഴിമതിയൊക്കെ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവന്റെ പൊസിഷനിൽ നിന്നും അവന് പിരിച്ചുവിടുകയാണെന്നാണ് എഴുതിയിട്ടുമുള്ളത്. ഹ്യുനുവിന്റെ നിലവിലുള്ള വലിയ പൊസിഷനൊക്കെ പോയെങ്കിൽ പോലും ഇപ്പോഴും ചെറിയൊരു പൊസിഷനൊക്കെ അവനുണ്ട്. അങ്ങനെ ഇരിക്കെ ഉൻസിങ്ങും അവനെ കാണുവാനായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നീ ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ നിന്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ എന്നൊക്കെ ഹ്യുനുവും ഉൻസിങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു. നാളത്തെ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് തെളിവുള്ളതെന്നൊക്കെ നീ തന്നെ കണ്ടോ എന്നായിരുന്നു ഉൻസിങ്ങും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഹെയ്നെ കാണുവാനായിട്ട് താൻ പോയിട്ടുണ്ടായിരുന്നുവെന്നും അവൻ അറിയിക്കുന്നു. നീ അതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ ഹ്യുൻമോന്റെ അടുത്ത് ഉൻസിങ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇന്നലെ ആകെ തിരക്കിലായിരുന്നു. ആ ഒരു ബ്രോക്കറിനെ ഞാൻ അറസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നീയും അറിഞ്ഞില്ല എന്നൊക്കെ ഉൻസിങ്ങിന്റെ അടുത്ത് ഹ്യുൻവുവും ചോദിക്കുന്നു. ഹ്യുൻവുവും സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കുമെന്നൊക്കെ പറയുന്നു. പിന്നീട് ഹ്യുൻവുവും മറ്റൊരിടത്തേക്കൊക്കെ മാറുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ് സംസാരിക്കുന്നു അവൻ കേൾക്കുന്നു. അവനോട് ആരൊക്കെ സംസാരിക്കുന്നുണ്ടെന്നും അവനുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ടെന്നും അറിയുവാനായിട്ടാണ് അവന്റെ നിലവിലുള്ള പൊസിഷനൊക്കെ മാറ്റിയിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പോലും ജോലി പോകുവാൻ സാധ്യതയുണ്ടെന്നാണ് അവരും പറയുന്നത്. ഗ്രേസ്കോയിനെ സോൽഹിയും വിളിപ്പിച്ചിരിക്കുകയാണ്. ഗ്രേസ്കോയോട് സിഒ ആയിട്ട് ഇവിടെ നിൽക്കുവാനായിട്ടാണോ അതോ ഉൻസിംഗ് പറഞ്ഞതുപോലെ വിദേശത്ത് കുറച്ച് പണവുമായിട്ട് ജീവിക്കുവാനാണോ തീരുമാനിച്ചിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നു. ഗ്രേസ്കോയ്ക്കും സിഒ ആയിട്ട് ഇരിക്കുവാനായിട്ടായിരുന്നല്ലോ താല്പര്യം. അങ്ങനെയിരിക്കെ ഇപ്പോൾ നീ എന്റെ കൂടെ നിന്നിട്ട് ചെയർമാൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ നിന്നെ ഞാൻ ആ ഒരു കമ്പനിയുടെ സിഇഒ ആക്കുന്നതായിരിക്കുമെന്നൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ ഗ്രേസ്കോയും ഇപ്പോൾ സ്റ്റാഫ്സിനെ വെച്ചിട്ട് ചെയർമാനെ കണ്ടെത്തുന്ന ശ്രമത്തിലാണ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ, അതായത് ഉൻസിങ് ചെയർമാനെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ബിയോങ്ചെ മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് കൗൺസിലറെയും അവൾ കാണുകയാണ്. അമ്മയുടെ ടവലൊക്കെ തിരികെ നൽകിയതിനു ശേഷം ഞാനും കളഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തൂത്ത് കളയുവാനായിട്ടായിരുന്നു ഈ ഒരു ടവൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് ബിയോങ്ചെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഏറ്റവും വലിയ മണ്ടന്മാരാണ് പ്രശ്നം വരുന്ന സമയത്ത് കരയുന്നത്. പക്ഷെ ബിയോങ്ചെയും ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചില മണ്ടന്മാരാകട്ടെ കരഞ്ഞു എന്ന കാര്യം തുറന്നു പറയുവാനും മടിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മണ്ടന്മാരല്ലാത്തവർ എന്താണ് ചെയ്യുക എന്നൊക്കെ ബിയോങ്ചെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവർ മീറ്റ് കഴിക്കുകയാണ് ചെയ്യുക. അടുത്ത തവണ നിനക്ക് വിഷമമുള്ള സമയങ്ങളിൽ നീ മീറ്റ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ചിട്ട് കൗൺസിലർ പോകുകയാണ്. ഇത്രയും കാലം വില്ലേജിന്റെ ഹെഡായിട്ടിരുന്നത് അച്ഛനായിരുന്നല്ലോ. പക്ഷെ അച്ഛന്റെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വില്ലേജിന്റെ ഹെഡായി മാറിയിട്ടുമുള്ളത്. അച്ഛൻ ഒന്നാതെ വിഷമിച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താകട്ടെ എതിർ സ്ഥാനാർത്ഥിയുടെ കുറച്ച് ആളുകളുമായിട്ട് ഇവരുടെ കൂടെയുള്ള ഒരാൾ ചർച്ചയൊക്കെ നടത്തുന്നതും അച്ഛന് കേൾക്കുന്നു. പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് കുറച്ച് ലിസ്റ്റൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ ഒരാളുടെ പേരൊക്കെ മാറ്റി. അതിനുശേഷം ആളുകളെ നോക്കി മാത്രമാണ് അവർ ജോലിക്ക് ആളുകളെ എടുക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഒരു കള്ളവാർത്തയും പ്രചരിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തെ കുറിച്ച് കൂടി അച്ഛന്റെ ഫ്രണ്ട് അറിയിക്കുമ്പോഴത്തേക്കും അച്ഛൻ ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കൗൺസിലറും ഒരാളുടെ അടുത്തു നിന്നും പവർ മറ്റൊരാളിലേക്ക് കൈമാറുന്നതും ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നതും ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. എപ്പോഴും അതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നതും. ഇനി ആകട്ടെ അച്ഛൻ ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്നത് പോലും തെളിയിക്കാത്ത രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും അവർ മാറ്റുന്നതായിരിക്കുമെന്നൊക്കെ കൗൺസിലർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ കൂടി കാണിക്കുന്നു. അച്ഛനും പിയറിന്റെ കൃഷിയൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ കുറെ അധികം ഭിത്തികളിലൊക്കെ അതിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോളാകട്ടെ പുതിയ വില്ലേജ് ഹെഡ് വന്ന് മായ്ച്ചു കളയുകയാണ്. അയാളും അയാളുടെ കൃഷിയായിട്ടുള്ള ആപ്പിളൊക്കെ അവിടെ പുതിയതായിട്ട് വരച്ചു ചേർക്കുവാനായിട്ടായിരുന്നു തീരുമാനിച്ചിട്ടുമുള്ളത്. ഒട്ടും തന്നെ റെസ്പെക്ട് പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു അയാളും അച്ഛന്റെ അടുത്തൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ടഹയുടെ അടുത്ത് നിന്നും എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഒക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വൈഫൈ ഉള്ള സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് സൂചോളും. അങ്ങനെ ഇരിക്കെ ഹോയുള്ള ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പാകട്ടെ ഡഹയും സൂചോളും ഒന്നിച്ചിരുന്ന് ഗെയിമൊക്കെ കളിച്ചത് അവനും ഓർക്കുന്നു.
അവനും ഒട്ടും തന്നെ ശ്രദ്ധയില്ലാതെ ആയിരുന്നു ഗെയിം കളിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ ഡാഹയാണ് അന്ന് അവനെ വഴക്ക് പറഞ്ഞിട്ട്, "നീ എപ്പോഴും പിന്നിലേക്കൊരു കണ്ണും കൂടി വെക്കണം. ഇല്ലായെങ്കിൽ ആളുകൾ വന്ന് നിന്നെ ആക്രമിച്ചിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിച്ചൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് എല്ലാം തന്നെ പഴയതായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഇതുപോലത്തെ വെപ്പൺസ് പോലും യൂസ് ചെയ്യുകയില്ല എന്നും ഡാഹി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവളും ഇന്നത്തെ കാലത്തെ ആളുകളെ കുറച്ചുകൂടി സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞതോർക്കുന്ന അവനും പെട്ടെന്ന് തന്നെ ഫോണൊക്കെ എടുത്ത് നേരത്തെ അവളുടെ ഒപ്പം ഇരുന്ന് കളിച്ച ഗെയിമിലൊക്കെ കേറി നോക്കുകയാണ്. അതിലും ഡാഹൈ അവന്റെ ഫ്രണ്ടൊക്കെ ആയിരുന്നു. മാത്രമല്ല 2 മണിക്കൂർ മുമ്പ് അവളും ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും സൂചോളും ആകെ ഞെട്ടുന്നു. ഡാഹൈനെ കണ്ടെത്തുവാൻ സഹായിച്ചതിന് ഹോയോളുടെ അടുത്ത് കൂടി സൂചോൾ നന്ദി പറയുകയാണ്. ഹ്യുനുവും ഗ്രേസ്കോനെ കാണുവാനായിട്ട് എത്തുന്നു. അവളും അവളുടെ സ്പായൊക്കെ നടത്തുന്നതിൽ 13ലേറെ ബ്രാഞ്ചസ് ഒക്കെ ഇതുവരെയായിട്ടും രജിസ്റ്റർ പോലും ചെയ്യാതെയാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യമൊക്കെ ഗവൺമെന്റ് അറിയുകയാണെങ്കിൽ അവളുടെ അടുത്ത് നിന്നും ഒരുപാട് ടാക്സ് ഒക്കെ ഈടാക്കുന്നതായിരിക്കുമെന്നൊക്കെ ഹിനുവും ഫ്രണ്ടും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ പണക്കാരുടെ വീട്ടിലെ വിവാഹമൊക്കെ നടത്തി കൊടുക്കുക മാത്രമായിരുന്നില്ല, അവർ ശരിക്കും പണമൊന്നും നൽകിയില്ല എങ്കിൽ അവരുടെ വിവാഹമൊക്കെ വേർപെടുത്തുകയും ചെയ്യുന്നത് ഗ്രേസ്കോയ്ക്ക് ശീലമുള്ള ഒരു കാര്യമായിരുന്നു. അതിനെക്കുറിച്ച് കൂടി ഫ്രണ്ട് അറിയിക്കുന്നു. ഗ്രേസ്കോ ആയിട്ട് തന്നെ കുടുംബം കലക്കിയവരുടെ ലിസ്റ്റുമായിട്ടാണ് ഫ്രണ്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിനൊക്കെ പിന്നിൽ നീയാണെന്ന് അറിയിക്കുകയാണെങ്കിൽ അവരൊരിക്കലും നിന്നെ വെറുതെ വിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് കൂടി ഫ്രണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞതിന് ശേഷവും ഗ്രേസ്കോ എനിക്ക് പണമൊക്കെ നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്നൊക്കെ പറയുകയാണ്. പക്ഷെ അവിടെ എത്തുന്ന ബ്യോംജിയും അവൾക്കിട്ട് 2 തല്ലൊക്കെ കൊടുത്തതിന് ശേഷം, മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ നീ നിന്നില്ല എങ്കിൽ നീ ജയിലിൽ കിടക്കുന്നതായിരിക്കുമെന്നൊക്കെ അറിയിക്കുന്നു. ഉണിസിംഗും ചെയർമാനെ എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്നായിരുന്നു ബ്യോംചെക്കിൻ ടിവിനും അറിയേണ്ടിയിരുന്നത്. കാറിന്റെ ഡാഷ് ക്യാമിലാകട്ടെ ഒരു ദൃശ്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും ആംബുലൻസിൽ എവിടേക്കോ കൊണ്ടുപോയെന്ന് മാത്രമേ അറിയിക്കുകയുള്ളൂ എന്നും ഗ്രേസ്കോയും അറിയിക്കുന്നു. ചില ഹോസ്പിറ്റലിലാകട്ടെ ഒരു റൂം മാത്രമല്ലാതെ ഫ്ലോർ മൊത്തത്തിൽ വിലയ്ക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ഹോസ്പിറ്റലാണെന്ന് കൃത്യമായിട്ട് അറിയുവാനായിട്ട് കുറച്ച് ദിവസമൊക്കെ സമയം വേണ്ടി വരുമെന്നൊക്കെ ഗ്രേസ്കോ പറയുമ്പോഴത്തേക്കും, എന്തായാലും ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും 1 മണിക്കൂറത്തേക്ക് മാത്രമാണ് ഓക്സിജൻ ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരിക്കലും അകലെയുള്ള ഹോസ്പിറ്റലിലേക്കല്ല മാറ്റിയിട്ടുള്ളതെന്ന കാര്യം ഹ്യുനുവും ഓർപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോരോ ഹോസ്പിറ്റലിൽ അന്വേഷിക്കാമെന്നും തീരുമാനിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയൊക്കെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഉൺസിങ്ങിന്റെ ടീമിലാകട്ടെ എന്നെ അങ്ങനെ ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീമിൽ നിൽക്കുവാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്നൊക്കെ ഗ്രേസ്കോയും അറിയിക്കുന്നു. ചേച്ചിയും ഹെയിന്റെ അമ്മേനെ വിളിച്ചുകൊണ്ട് കടയിലേക്കൊക്കെ പോകുകയാണ്. അതായത് നേരത്തെ 3 പേര് അമ്മനെ കുറിച്ച് മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവർക്കിപ്പോൾ ക്ഷമ പറയണമെന്നാണ് ചേച്ചിയും പറയുന്നത്. പക്ഷെ അവരെന്തൊക്കെ ആയിരിക്കും പറയുക എന്ന കാര്യമൊക്കെ അമ്മ മുൻകൂട്ടി പറയുകയും അതിനുശേഷം അവരെ കണ്ടു കഴിയുമ്പോൾ അവരും അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമയും ചോദിക്കുകയാണ്. ഞങ്ങളും ശരിക്കുമുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മീഡിയാസ് ഓരോരോ ആർട്ടിക്കിളൊക്കെ പുറത്തിറക്കിയപ്പോൾ ഞങ്ങൾ അതൊക്കെ വായിച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട്സും അറിയിക്കുന്നത്. അമ്മയാകട്ടെ സാധാരണ ഞങ്ങൾ ബ്രേക്ക് എടുത്ത് ഹവായിലും ബാലിയിലും ഒക്കെ പോകാറുണ്ട്. അതുപോലെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ വരാമെന്ന് തീരുമാനിച്ചു. പണമൊക്കെ കൊടുത്താൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടുകയില്ലല്ലോ എന്നൊക്കെയാണ് അമ്മയും അറിയിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഫ്രണ്ട്സിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ലെന്നൊക്കെ പറഞ്ഞത് സത്യം തന്നെയല്ലേ? നിങ്ങളുടെ എല്ലാ വസ്തുക്കളും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ അവരും ചോദിക്കുന്നു. ചേച്ചിയും കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും എന്നൊക്കെ അറിയിക്കുന്നു. എങ്കിലും ഫ്രണ്ട്സിന് അമ്മേനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും പോകുന്നു. ഇനി അമ്മയും കോഫി ഷോപ്പൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ഹേന്റെ അമ്മയും വലിയ കാര്യത്തില് കടയിലൊക്കെ ചെന്ന് കോഫി ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ പണമൊക്കെ മുൻകൂട്ടി അടച്ചാൽ മാത്രമേ കോഫി കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ അമ്മ കാർഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും കാർഡ് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ എനിക്ക് കോഫിയൊക്കെ താ, ഞാൻ പിന്നീട് പണമൊക്കെ നൽകിക്കോളാമെന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും സ്റ്റാഫും പണം തരാതെ കോഫി നൽകുകയില്ല എന്നൊക്കെ അറിയിക്കുന്നു. അങ്ങനെ അമ്മ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് അവിടെ ഹ്യുനുവിന്റെ അമ്മ എത്തിയിട്ട് പണമൊക്കെ അടയ്ക്കുന്നത്. ഹേന്റെ അമ്മയും നന്ദി പറയുമ്പോഴത്തേക്കും ആയിരുന്നു ഇത് ഫ്രീ ആയിട്ടുള്ള ഞാൻ തരുന്നതെന്നൊക്കെ അമ്മയും അറിയിക്കുന്നത്. അച്ഛന് പിയറിന്റെ കൃഷിയൊക്കെയാണല്ലോ ഉള്ളത്. അങ്ങനെ ഇരിക്കെ ആ ഒരു തോട്ടത്തിലെ തൊഴിലാളിയുടെ വേഷമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഹെയിന്റെ അമ്മയ്ക്ക് കെട്ടേണ്ടതായിട്ട് വരുന്നത്. ഹെയിന്റെ അമ്മ പുതിയതായത് കൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഹ്യുനുവിന്റെ അമ്മയും ഒരാളെ ഏർപ്പാടാക്കുന്നു. നടാഷ എന്നാണ് അവളുടെ പേര്. അവളും അമ്മയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അമ്മയും വളരെ ജാടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ നിന്നേക്കാളും പ്രായം കൂടിയ വ്യക്തിയാണ്. ആ ഒരു ബഹുമാനമൊക്കെ എനിക്ക് നൽകണമെന്ന് അമ്മ പറയുമ്പോഴത്തേക്കും അമ്മേനേക്കാളും ഈ ഒരു ജോലിയിൽ സീനിയർ ആയിട്ടുള്ളത് നടാഷയാണ്. അതുകൊണ്ട് തന്നെ നടാഷയ്ക്ക് ആ രീതിയിലുള്ള റെസ്പെക്ട് ഒക്കെ നൽകണമെന്നായിരുന്നു അവൾ തിരിച്ചും പറയുന്നത്.
പഴത്തിന്റെ ചുറ്റും കൂടൊക്കെ കെട്ടി വെക്കുകയായിരുന്നു അമ്മയുടെ ജോലി. അമ്മയോട് ശരിക്കും അതൊക്കെ ചെയ്യുവാനായിട്ട് നടാശ പറയുമ്പോഴത്തേക്കും അമ്മയും അത് ചെയ്യുവാനായിട്ട് പാടുപെടുന്നു. നടാശയും അമ്മയ്ക്ക് നന്നായിട്ട് വർക്കൊന്നും ചെയ്യുവാൻ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇവളെ പിരിച്ചുവിടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊക്കെ ഹിനുവിന്റെ അമ്മയോട് പറയുന്നുണ്ട്. ഫാമിൽ പോയി ഓർഗാനിക് ആയിട്ടുള്ള ചീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിസ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന സെക്രട്ടറിനെയൊക്കെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഹെയ്നും. സെക്രട്ടറിനായും ഹെയ്ൻ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഹിനുവിന്റെ വീട്ടിലേക്കൊന്നും വരികയില്ലായിരുന്നു. ജയിലിൽ പോകണോ അതോ അവരുടെ വീട്ടിലേക്ക് പോകണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ജയില് മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഒന്നുമില്ലെങ്കിലും അവിടെ കുക്കൊന്നും ചെയ്യണ്ടല്ലോ എന്നൊക്കെ സെക്രട്ടറിന പറയുമ്പോഴത്തേക്കും എന്റെ അമ്മായിയമ്മയാണ് ഇവിടെ എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെയുള്ള ഫുഡൊക്കെ എനിക്ക് നൽകാറുമുണ്ട് എന്നൊക്കെ ഹെയ്നും അറിയിക്കുന്നു. നിന്റെ അമ്മായിയമ്മയോ? സത്യം പറ, നീ ശരിക്കും ഡിവോഴ്സ് ചെയ്തതാണോ അതോ ഡിവോഴ്സ് ചെയ്തതുപോലെയൊക്കെ അഭിനയിക്കുന്നതാണോ എന്നായിരുന്നു ഹെയ്ന്റെ അടുത്ത് സെക്രട്ടറിനെ ചോദിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഹ്യുനുവും ഇത്രയേറെ നാണക്കേടൊക്കെ സഹിച്ചിട്ടും ഇപ്പോഴും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതും വളരെയധികം കഷ്ടമാണെന്നൊക്കെ സെക്രട്ടറി പറയുമ്പോഴത്തേക്കും ആ ഒരു കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഹെയ്നും ചോദിക്കുന്നു. അവൻ എന്തൊക്കെയോ കൃത്രിമമൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു അവനെയും ജോലിയിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ സെക്രട്ടറിനെ അറിയിക്കുമ്പോൾ തന്നെ ഹെയ്നും ഹുൻസിങ്ങിനെ കോൾ ചെയ്ത് നോക്കുന്നു. ഹ്യുനു എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നീ പറയുന്നത്? ഞാനും അവനെക്കുറിച്ച് കുറെ അന്വേഷിച്ചതാണ്. അന്ന് എനിക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ പോയ എന്താണ് നിനക്ക് ഇപ്പോൾ കണ്ടെത്തുവാൻ സാധിച്ചതെന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. അവൻ എന്തെങ്കിലും അഴിമതിയൊക്കെ കാണിച്ചതാണോ അതോ പണമൊക്കെ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണോ? ഇതൊന്നുമല്ല എങ്കിൽ അവന് വേറെ ഏതെങ്കിലും ലോ ഫോമിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്തതാണോ എന്നൊക്കെ ആയിരുന്നു ഉൻസിങ്ങും ചോദിക്കുന്നത്. എന്തായാലും അവനെ കുറിച്ചൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനും സ്വന്തമായ രീതിയിൽ ഏത് പണി അവനിട്ട് കൊടുക്കണമെന്നുള്ള ആലോചനയിലാണ് ഉള്ളത്. ഹ്യുനുവിനെ ഈ ഒരു കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെയും ഒരു കുറ്റവാളിയാക്കി മാറ്റുന്നതായിരിക്കുമെന്നൊക്കെ ഉൻസിങ്ങും ഉറപ്പിച്ചു പറയുന്നു. ഹ്യുനു തിരിച്ചു വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ചേച്ചിയും ഉൻസിങ് രാത്രി ഹെയ്നെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അറിയിക്കുകയാണ്. അവനും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടി ചേച്ചി സംശയിക്കുന്നു. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനും ദേഷ്യപ്പെട്ടൊക്കെയാണ് അകത്തേക്ക് കയറി പോകുന്നത്. ഹെയ്ന് ഹ്യുനുവിന്റെ അടുത്ത് ഒരു സ്നേഹവുമില്ല. പക്ഷെ ഹ്യുനു ആകട്ടെ ഇപ്പോൾ ജലസായിരിക്കുകയാണല്ലോ എന്നൊക്കെ ചേച്ചിയും ഓർക്കുന്നു. കഷ്ടപ്പെട്ട് ജോലിയൊക്കെ തീർത്തിരിക്കുകയാണ് അമ്മയും. എല്ലാവർക്കും പണമൊക്കെ കൊടുക്കുന്ന കൂടെ അമ്മയ്ക്ക് പണം കൊടുക്കുന്ന സമയത്ത് ഹ്യുനുവിന്റെ അമ്മയാകട്ടെ കോഫിയുടെ പൈസയൊക്കെ മാറ്റി വെച്ചിട്ട് മിച്ചമുള്ള പൈസ ആയിരുന്നു അമ്മയ്ക്ക് നൽകുന്നത്. നല്ല പോലെ പണിയെടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്മ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുന്നു. എല്ലാവരും അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ഓർത്തു പോക്കുകയാണ്. ഉറക്ക ഗുളികയൊന്നും ഇല്ലാതെ ഉറങ്ങുവാൻ പോലും സാധിക്കാതിരുന്ന അമ്മയും നല്ല സുഖമായിട്ടൊക്കെ ഗുളിക പോലും കഴിക്കാതെ കിടന്നുറങ്ങുന്നു. ഹെയ്ന്റെ അച്ഛൻ തിരിച്ച് ഹാളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഹുനുവിന്റെ അച്ഛൻ മദ്യപിക്കുന്ന കാഴ്ചയ്ക്കായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഹുനുവിന്റെ അച്ഛന് ആ ഒരു വില്ലേജിന്റെ ഹെഡ് എന്ന സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടല്ലോ. അതിന്റെ വിഷമത്തിലാണ് അച്ഛനും മദ്യപിക്കുന്നത്. സാധാരണ രീതിയിലാണെങ്കിൽ ഈ ഒരു സമയത്തേക്ക് അച്ഛന് ഒരുപാട് കോളൊക്കെ വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും ആരും തന്നെ അച്ഛനെ കോൾ ചെയ്തിട്ടില്ല. ഇനി അച്ഛനായിട്ട് ആരെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരും തന്നെ ഫോണും എടുത്തിട്ടില്ല. ആ ഒരു വിഷമമായിരുന്നു ഹെയ്ന്റെ അച്ഛനുണ്ടായിരുന്നത്. നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഘട്ടങ്ങളിൽ നിഴൽ പോലും നമ്മളെ ഉപേക്ഷിച്ച് പോകുമെന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ വളരെ സത്യമാണെന്നാണ് അച്ഛനും അറിയിക്കുന്നത്. ഇപ്പോൾ രണ്ട് അച്ഛന്മാരും കൂടി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. അവരും ഡ്രാമയൊക്കെ കാണുന്നു. ഹ്യുനുവിന്റെ അച്ഛനും ആ ഒരു ഡ്രാമയൊക്കെ കണ്ട് ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഡ്രാമയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്നുമല്ല ശരിക്കുമുള്ള പണക്കാരൊക്കെ ജീവിക്കുന്നത്. റൈറ്റേഴ്സിന് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതും. ഇതിലെ മെയിനായിട്ടുള്ള പണക്കാരെ എപ്പോഴും കഴുത്തിലൊക്കെ പിടിക്കുന്നത് കാണാറില്ലേ? അവർക്കും പ്രഷറിന്റെ പ്രശ്നമുണ്ടെന്നൊക്കെ കാണിക്കുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒക്കെ ലൈഫിൽ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറും നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രഷറും മറ്റും ഒന്നും തന്നെ എപ്പോഴും ഇതുപോലെ വരാറുമില്ല. പിന്നെ ഈ ഒരു ഡ്രാമാസിലെല്ലാം തന്നെ മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് കയറുന്നതൊക്കെ കാണാലോ. യഥാർത്ഥത്തിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും ലിഫ്റ്റ് വഴിയൊക്കെയാണ് പോകാറുള്ളത്. ഞങ്ങളുടെ മുട്ടുകളെ സംരക്ഷിക്കുവാനാണ് അങ്ങനെ ചെയ്യാറുള്ളതെന്നൊക്കെ എന്റെ അച്ഛനും പറയുമ്പോഴത്തേക്കും ഇത്രയ്ക്ക് വിചിത്രമായ രീതിയിലാണല്ലോ അവർ ജീവിച്ചിരുന്നതെന്നൊക്കെ ഹ്യുനുവിന്റെ അച്ഛനും ഓർത്തു പോകുന്നു. ഹെയ്നും നീ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹ്യുനുവിന് മെസ്സേജ് അയക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും ഹെയ്നെ ചെന്ന് കണ്ട് അവളോട് സംസാരിക്കുവാനായിട്ട് അവളെ വെളിയിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോകുകയാണ്. ഇന്നലെ ഉൺസിങ് ഇവിടെ എത്തിയെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് ഹ്യുൻവു ചോദിക്കുമ്പോഴത്തേക്കും നീ എന്തിനാണ് ഇനിയും ഇവിടെ നിൽക്കുന്നത്, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ എന്നോടും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നിന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റുകയാണെങ്കിൽ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമോ? എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് അവിടെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ ഹിൻവ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും ഇവിടെയും ഒന്നിച്ച് താമസിക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്നാണ് ഹെയ്നും ചോദിക്കുന്നത്. അവനെ പോലെയാണോ ഞാൻ? നമ്മൾ വിവാഹിതരല്ലായിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അല്ലല്ലോ എന്ന് ഹെയ്നും പറയുകയാണ്. പിന്നെ നീയും എന്റെ അടുത്ത് നിന്നും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചില്ലേ? നിനക്ക് അവർ മറ്റൊരു പോസ്റ്റൊക്കെ നൽകിയെന്നും അതുപോലെ തന്നെ നീ അഴിമതിയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് അവർ വരുത്തി തീർക്കുവാനായിട്ട് ശ്രമിക്കുകയാണെന്നും എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതിരുന്നതെന്നൊക്കെ ഹെൻ ചോദിക്കുമ്പോഴത്തേക്കും നീ എന്റെ കാര്യമോർത്ത് വിഷമിക്കേണ്ട എന്ന് ഹ്യുൻവുവും പറയുന്നു. അത് കേൾക്കുന്ന അവളും നീയും എന്റെ കാര്യമോർത്ത് വിഷമിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. നീ ഇനി എനിക്ക് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്തു തരേണ്ട. എല്ലാത്തിനുമുള്ള പ്രതിവിധി ഞാൻ തന്നെ കണ്ടെത്തുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഹെയ്നും പോകുന്നു. ഹ്യുനുവിന്റെ അമ്മ വീട്ടിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും വഴിയിലൂടെ എല്ലാം തന്നെ ഓരോരോ ഇലകളായിട്ടൊക്കെ പറിച്ചിട്ടിരിക്കുന്ന കാഴ്ച അമ്മയും കാണുകയാണ്. ഹെയ്ന്റെ റൂം വരെ ആയിരുന്നു ആ ഒരു ഇലകളും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അമ്മയും ഹെയ്ന്റെ റൂമിൽ എത്തുമ്പോഴത്തേക്കും അവളും ഡോക്ടറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അവളും ഡെയിലി WBCയുടെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാറുണ്ട് എന്നും ട്യൂമർ ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ ഡോക്ടറിന്റെ അടുത്തും ചോദിക്കുകയാണ്. അതെല്ലാം തന്നെ കേൾക്കുന്ന അമ്മയും ഇപ്പോൾ ഹിനുവിന്റെ അടുത്ത് വന്നിട്ട് ഹെയ്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളും ഇടയ്ക്കിടയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവൾ തലകറങ്ങിയും വീണില്ലേ? സത്യം പറ, എന്താണ് അവളുടെ പ്രശ്നമെന്നൊക്കെ ഹ്യുനുവിനോടും ചോദിക്കുന്നു. അവൾക്ക് ബ്രെയിൻ ട്യൂമർ ആണ് ഉള്ളത്. ഇപ്പോൾ സർജറി ഒന്നും എടുക്കുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് അവളും ഉള്ളത്. അതുകൊണ്ട് തന്നെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഈ ഒരു കാര്യം എനിക്കും ആന്റിക്കും അല്ലാതെ മറ്റാർക്കും തന്നെ അറിയിക്കുകയില്ല എന്ന് കൂടി അവൻ അറിയിക്കുന്നു. നീ എന്നാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കുമാണ് അമ്മേനെ കണ്ട് ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവനും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ടായിരുന്നു ഡിവോഴ്സ് ചെയ്യേണ്ട എന്ന ഒരു തീരുമാനത്തിൽ അവൻ എത്തിയതെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്കും ആകെ ദേഷ്യം വരുന്നു. ഈ ഒരു നിന്നെ ആണല്ലോ ഞാൻ ഇത്രയും കാലം പാവമെന്ന് വിചാരിച്ചിരുന്നതെന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്. ഞാൻ ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അമ്മ അവളെ നന്നായിട്ടൊന്ന് നോക്കാമോ എന്ന് കൂടി ഹ്യുൻവു അമ്മയോട് ചോദിക്കുന്നു. അമ്മേനെ കാണാതെ അച്ഛനും അമ്മേനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും അമ്മ കരയുന്ന കാഴ്ചയൊക്കെ ആയിരുന്നു അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും വീട്ടിലേക്ക് എത്തി അമ്മേനെയൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കും അമ്മ കരയൊക്കെയാണ്. എന്നോട് എപ്പോഴും വില്ലേജ് ഹെഡിന്റെ സ്ഥാനമൊക്കെ ഒഴിയുവാനായിട്ട് അമ്മ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകട്ടെ എനിക്ക് ആ ഒരു സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് വല്ലാത്ത ഫീൽ ആയിരിക്കുകയാണ്. നീ ആയിട്ട് ഇനി അമ്മേനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുതെന്നൊക്കെ ആയിരുന്നു അച്ഛനും പറയുന്നത്. ഹെയിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു അമ്മ കരഞ്ഞതെന്നൊന്നും തന്നെ അച്ഛനും അറിയിക്കുകയില്ല. അമ്മ ഹേന് കഴിക്കുവാനായിട്ട് ഒരുപാട് രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അച്ഛനും അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മേനെ സ്നേഹിക്കുകയാണ്. ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ എല്ലാം തന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നീ അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ കാണണം. ഇത്രയും കാലം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു. പക്ഷെ ഇനി മുതൽ ഞാൻ നിനക്ക് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടൊക്കെ അച്ഛനും ഇടപെടുന്നു. അത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ട് കഴിക്കുവാനൊക്കെ തുടങ്ങുകയാണ്. അച്ഛനും അവിടെ ഉണ്ടായിരുന്ന ബീഫിലൊക്കെ കഴിക്കുവാനായിട്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അമ്മയും ആ ഒരു ബീഫൊക്കെ എടുത്ത് ഹെയിന് നൽകുന്നു. ബ്യോംചേയും സോളിലേക്കൊക്കെ പോയതായിരുന്നു. അങ്ങനെ ഇരിക്കെ സൂചോളിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും സൂചോൾ ഇപ്പോഴും ചേട്ടന്റെ ബോക്സിംഗ് ക്ലബിലൊക്കെയാണ് ഇരിക്കുന്നത്. ഫുൾ ടൈം ഫോണും കുത്തിവെച്ച് ആ ഒരു ഗെയിമും ഓപ്പൺ ചെയ്തിരിക്കുന്ന സൂചോൾ ആകട്ടെ ഡാഹയും ഗെയിമിൽ കയറിയെന്ന കാര്യമൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണുന്നു. ആ ഗെയിമിലൂടെ ഡാഹയ്ക്കും ഇപ്പോൾ അവൻ മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഡാഹയും അവൻ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഗെയിമിലൊക്കെ കയറിയതെന്ന് ഓർത്തു നോക്കുന്നു. യഥാർത്ഥത്തിൽ ഡാഹയെ ആ ഒരു ഗെയിമൊക്കെ കുറെ കാലമായിട്ട് കളിക്കുവാനായിട്ട് തുടങ്ങിയതാണ്. അവളും ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു അവളും ആ ഒരു ഗെയിമിൽ നിന്നും പോകാതെ അതിൽ തന്നെ തുടർന്നുകൊണ്ട് വരുന്നത്. എനിക്കൊരു കാര്യമൊക്കെ പറയുവാനുണ്ടെന്ന് പറഞ്ഞ് സുചോൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും സുചോൾ തന്നെ വഴക്ക് പറയുമെന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവനും ഒരു വാക്സിനേഷന്റെ ലിസ്റ്റ് ഒക്കെ ആയിരുന്നു അയച്ചു കൊടുക്കുന്നത്. കൊറിയനിലും ഇംഗ്ലീഷിലുമുള്ള ഒരു ടേബിളൊക്കെ ആയിരുന്നു അത്. അതിലാകട്ടെ ഗുഡിയോന് വാക്സിനേഷൻ ഒക്കെ എടുക്കുവാനായിട്ടുള്ള സമയമായെന്നും ഏതൊക്കെ വാക്സിനേഷനാണ് എടുക്കേണ്ടതെന്നും നീ എവിടെയാണെങ്കിലും ആ ഒരു വാക്സിനേഷൻ ഒക്കെ കുഞ്ഞിന് കൃത്യമായിട്ട് കൊടുക്കണമെന്നും ആയിരുന്നു അവനും അയക്കുന്നത്. വാക്സിനേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ബേബി ഷാർക്കിന്റെ പാട്ടൊക്കെ പാടി കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ കരയുന്നതായിരിക്കുമെന്നൊക്കെ സൂചോൾ പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് വാക്സിനേഷൻ എടുത്തതിനെ കുറിച്ച് കൂടി ഡാഹയെ ഓർക്കുന്നു. അന്ന് ആ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത് സൂചോൾ ആയിരുന്നു. ആ ഒരു മെസ്സേജ് ഒക്കെ കണ്ട് വിഷമം വരുന്ന അവളും പെട്ടെന്ന് തന്നെ ഗെയിമിൽ നിന്നും ലോഗ് ഔട്ട് ആകുന്നു. ഹെയിൻ സോളിലേക്കൊക്കെ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അമ്മയും അവളെ കാണുകയാണ്. നീ എന്തിനാണ് ഇപ്പോൾ അവിടേക്കൊക്കെ പോകുന്നത്? യോമിച്ച് ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു. നിന്നെ റിപ്പോർട്ടേഴ്സ് വല്ലതും കാണിക്കുകയാണെങ്കിൽ
ആകെ പ്രശ്നമാകുന്നതാണെന്നൊക്കെ അമ്മയും പറയുന്നു. എങ്കിലും അവൾ വീണ്ടും പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഉൺസിങ്ങിനെ കാണുവാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സത്യം പറ, നീ ഇപ്പോൾ ഉൺസിങ്ങിനെ കാണുവാനായിട്ട് പോകുകയല്ലേ? അവന്റെ കയ്യോ കാലോ പിടിച്ചിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കയറിക്കോട്ടെ എന്നാണോ നീ ചോദിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ദേഷ്യം വരുന്ന അവളും അതേന്ന മറുപടിയൊക്കെ പറയുന്നു. അത് കേൾക്കുന്ന അമ്മയും സത്യം പറ, നീയും കൂടി കൂടിയിട്ടല്ലേ ഫാമിലിനെ മൊത്തത്തിൽ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നതും ഉൺസിങ്ങിന്റെ കൂടെ ആ ഒരു പദ്ധതിക്കൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നതെന്നും കൂടി അവളോട് ചോദിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അമ്മ അത്രയ്ക്ക് പോലും തന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന വിഷമമായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് കമ്പനി മൊത്തത്തിൽ സ്വന്തമാക്കുവാനായിട്ടായിരുന്നോ നിന്റെ പ്ലാൻ എന്നൊക്കെ അമ്മ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും അതുവഴി ഹ്യുനുവിന്റെ അമ്മയും വണ്ടിയുമായിട്ടൊക്കെ വരികയാണ്. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് വണ്ടി ഒന്നും കിട്ടുന്നതല്ല. നീ സോളിലേക്കല്ലേ പോകുന്നത്. ഒരു കാര്യം ചെയ്യ്, ഈ ഒരു വണ്ടിയിൽ കയറിക്കോ, നമുക്ക് ഒന്നിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും അവളെ വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നു. ഹേനും അമ്മയോട് നന്ദിയൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയാകട്ടെ, നീ എന്തിനാണ് ഇപ്പോൾ നന്ദിയൊക്കെ പറയുന്നത്? സാധാരണ ദൂരത്തേക്കൊക്കെ ആളുകൾ പോകുമ്പോഴല്ലേ അങ്ങനെ പറയാറുള്ളതെന്നൊക്കെ അവളോടും ചോദിക്കുന്നു. അവൾ മരിക്കുവാൻ പോകുകയാണെന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മയും ആകെ വിഷമിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നതും. വ്യോമചയും ഗ്രേസ്കോനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയായിരുന്നു. ഗ്രേസ്കോയും ഒരാളുമായിട്ട് ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മുത്തശ്ശൻ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന വിവരമൊക്കെ ഗ്രേസ്കോയും അറിയുന്നത്. ഹെയ്നും തിരികെ ക്വീൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാഫ്സ് എല്ലാവരും തന്നെ അവളെ തന്നെ ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇനി അവിടെ വെച്ച് ഹിനുവിനെ കാണുമ്പോഴത്തേക്കും ചില സ്റ്റാഫ്സ് ആകട്ടെ ഇവിടെ ഹെയ്ൻ എത്തിയിട്ടുള്ള കാര്യമൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നും അവൾ തന്നെയല്ലേ അവനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നതെന്നും ഒക്കെ സംസാരിക്കുകയാണ്. അതെല്ലാം തന്നെ ഹിനുവും കേൾക്കുന്നു. പിന്നീട് സെക്രട്ടറി നയനും കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഹിനുവും കൂടുതലായിട്ട് ചോദിക്കുന്നു. റെഡിയായി നിൽക്കുന്ന ഹെയ്നെ കാണുവാനായിട്ട് ഉൺസിങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉൺസിങ്ങിന്റെ ഭീഷണി കൊണ്ടൊന്നും ആയിരുന്നില്ല താൻ തിരികെ എത്തിയതെന്നാണ് ഹെയ്നും പറയുന്നത്. അവൾക്ക് നഷ്ടപ്പെട്ടതൊന്നും തന്നെ തിരികെ കിട്ടുകയില്ല എങ്കിൽ അത് ഷെയർ ചെയ്ത് ഉപയോഗിക്കാനായിട്ടാണ് അവളും തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയിക്കുമ്പോഴത്തേക്കും അവനും അവന്റെ വാക്കൊക്കെ പാലിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. ഹെയ്നും ഉൺസിങ്ങും കൂടി ചേർന്നിട്ട് പ്രസ് മീറ്റ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹിനുവും അവരുടെ കാറിന് പിറകെയൊക്കെ ഓടുന്നുണ്ടെങ്കിലും അവരെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് പ്രസ് ക്ലബ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് അവൻ എത്തി ഹെയ്നെ കാണുകയാണ്. നീ എന്തിനാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ഹ്യുനുവു ഹെയ്നോട് ചോദിക്കുമ്പോഴത്തേക്കും ഞാനായിട്ട് എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ കാണാമെന്നൊക്കെ നിന്നോട് പറഞ്ഞത് മറന്നുപോയെന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. ഇതാണോ നിന്റെ സൊല്യൂഷൻ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് അവളും ഓൺസിങ്ങിനൊപ്പം പോകുകയാണ്. വിയോംചയും ഗ്രേസ്കോയും കൂടി ചേർന്നിട്ട് മുത്തശ്ശനുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും സോൽഹിയും ഗ്രേസ്കോനെ കോൾ ചെയ്യുന്നു. പക്ഷേ സോൽഹിയുടെ അടുത്ത് ഗ്രേസ്കോ മുത്തശ്ശന് ഇതുവരെയായിട്ടും ഉള്ള സ്ഥലം കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നും അന്വേഷണമൊക്കെ നടക്കുകയാണെന്നുമാണ് പറയുന്നത്. മുത്തശ്ശൻ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഒരാൾ മുത്തശ്ശനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശനും കണ്ണൊക്കെ തുറക്കുന്നത് കാണിക്കുന്നു. ഓൺസിങ്ങിനും ഹെയ്നും പറയുവാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുവാനായിട്ട് ലൈവിൽ ഒരുപാട് മീഡിയാസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഓൺസിങ്ങിനെ ടീമിലുള്ള ആളും അറിയിക്കുകയാണ്. അവരും എല്ലാ രീതിയിലുള്ള PR വർക്കും ചെയ്തോളാം എന്നും പറയുന്നു. മാത്രമല്ല പറയുവാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ എഴുതി കാണിക്കുമെന്നും അത് നോക്കി വായിച്ചാൽ മാത്രം മതിയെന്നും അറിയിക്കുകയാണ്. ഇനി ഉൺസിങ്ങും ഹെയ്നും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ പിന്നീട് പറഞ്ഞാൽ മതിയെന്നാണ് ഉൺസിങ്ങും തീരുമാനിച്ചിട്ടുള്ളത്. ഉൺസിങ്ങും ഇപ്പോൾ മീറ്റിംഗിലൊക്കെ എത്തിയതിനു ശേഷം ആളുകളുടെ അടുത്ത് പറയുന്നത് അവനാണ് പുതിയ ചെയർമാൻ എന്നും അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനി കുറേയധികം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നും ആയിരുന്നു. കുറെ ആളുകൾ ഫേക്ക് ആയിട്ടുള്ള പല ആർട്ടിക്കിൾസും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഹെയ്നെയും കുടുംബത്തിനെയും പുറത്താക്കിയതിനു ശേഷമാണ് ഞാൻ ചെയർമാൻ ആയതെന്നായിരുന്നു അതിൽ പ്രധാനമായിട്ടുമുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും തന്നെ അല്ല ചെയർമാൻ ആയത്. ഇതിനു മുമ്പുള്ള ചെയർമാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. പിന്നെ ചെയർമാന്റെ കൊച്ചുമോളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവളായിരുന്നു ഇതിനു മുമ്പ് ഇവിടുത്തെ CEO ആയിരുന്നത്. അവൾ കാരണം ഒരുപാട് നേട്ടങ്ങളൊക്കെ കമ്പനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അവളെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നൊക്കെ ഉൺസിങ്ങും അറിയിക്കുന്നു. ഞാനും ഉൺസിങ്ങും ഫ്രണ്ട്സ് ആയിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഹൈനും പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അവൾ എഴുതി കാണിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവളും പറയുന്നത്. ഒരു തെറ്റും ചെയ്യാതെ മര്യാദയ്ക്ക് മാത്രം ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്റെ മുൻ ഭർത്താവിനെ ഇവൻ ജയിലിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്റെ കയ്യിൽ അതിന്റെ റെക്കോർഡിംഗ് എല്ലാം തന്നെയുണ്ട്. പിന്നെ എനിക്ക് ഈ കമ്പനിയുടെ CEO ആയിട്ട് തുടരുവാനായിട്ട് സാധിക്കുകയില്ല. ഞാനും ഇനി കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് കൂടി അവൾ അറിയിക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരും, അതായത് ഹെയ്നും ഹിനുവും പരസ്പരം നോക്കുന്ന സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം അവസാനത്തെ ഒരു സീൻ കൂടി കാണിക്കുകയാണ്. 4 വർഷം മുമ്പാകട്ടെ ഹെയ്നും
ടീമിലെ കുറെ ആൾക്കാരും കൂടി ചേർന്നിട്ട് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു ഹെഡ് ആകട്ടെ അവളോട് കൂടി മദ്യപിക്കുവാനായിട്ട് പറയുകയും ലവ് ഷോട്ട് എന്ന രീതിയിലൊക്കെ മദ്യം കുടിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. രണ്ടുപേർ തമ്മിൽ കൈകളൊക്കെ കോർത്തിട്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഹ്യുനൂൻ ആകെ ദേഷ്യം വന്നിട്ട് അയാളെ പിടിച്ചു മാറ്റിയതിനു ശേഷം നമുക്കൊന്നിച്ച് ലവ് ഷോട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അയാളുടെ ഒപ്പം കൈകളൊക്കെ കോർത്ത് മദ്യപിക്കുകയായിരുന്നു ഹ്യുനുവും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഗേൾസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ഹ്യുനു അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഹെയ്ൻ ഒരുപാട് പിണങ്ങിയൊക്കെയാണ് നടക്കുന്നത്. അവനും ക്ഷമയൊക്കെ ചോദിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ്, നീ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്യൂട്ടാണ്. നീ മദ്യപിച്ചിരിക്കുന്നതൊക്കെ കാണിക്കുകയാണെങ്കിൽ ഗേൾസിന്റെ ഹൃദയമൊക്കെ വല്ലാതെ ഇടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഇങ്ങനെ ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അവനും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെ അവൾക്കും വാക്ക് നൽകുന്നു. എന്നോട് അങ്ങനെയൊക്കെ ആയിരുന്നു ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഹിനു ഇപ്പോൾ അറിയിക്കുകയാണ്. ഇപ്പോഴും അവൾക്ക് അങ്ങനെ ആയിരിക്കുമോ തോന്നിയിട്ടുണ്ടാക്കുക എന്നൊക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്ന അവൻ ചേട്ടനോട് ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് അങ്ങനെയൊക്കെ ഇപ്പോഴും തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും നിന്നെ ഡിവോഴ്സ് ചെയ്യുകയില്ലായിരുന്നു എന്നൊക്കെ ചേട്ടനും അറിയിക്കുന്നു. പക്ഷെ എനിക്ക് അവളെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. അവളെ അടുത്ത് കാണുമ്പോഴൊക്കെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നതാണ്. അവളെ കാണാത്തപ്പോഴെല്ലാം തന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പക്ഷെ അവളാകട്ടെ ഇനി മുതൽ എന്റെ ഒരു സഹായവും ആവശ്യമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവൾ എനിക്ക് മരുന്ന് വെച്ച് തരികയും ബാൻഡേഡൊക്കെ ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവനും പറയുകയാണ്. ഇപ്പോഴും അവൾക്ക് തന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന സംശയത്തിലാണ് അവനും ഉള്ളത്. കുറെ ഇലകളൊക്കെ പറിച്ച് അവനും വഴിയിലൂടെ ഇഷ്ടമാണ് അല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് നടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ പലപ്പോഴും ഇഷ്ടമല്ല എന്നതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഇല തന്ന മറുപടി. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും അടുത്ത ഇലയൊക്കെ പറിച്ചിട്ട് ഇതുപോലെ കളഞ്ഞുകൊണ്ട് നടന്ന് നടന്ന് ഒടുവിലായിട്ട് ഹെയിന്റെ റൂമിന്റെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൻ വന്നു എന്ന് അറിയുമ്പോഴത്തേക്കും അവളും ഡോറിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഇല അവന് നൽകിയ മറുപടി അവൾക്ക് അവനെ ഇഷ്ടമാണെന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ? പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അവളോട് പ്രണയമാണെന്ന് അവനും പറയുന്നു. അവനാ പറഞ്ഞതെല്ലാം തന്നെ ഹെയ്നും കേൾക്കുകയാണ്. പക്ഷെ ഹെയ്ൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നറിയാതെ അവനും ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ ഹെയ്നോട് പറയുന്ന സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.